വടക്കൻ ലെബനോനിലെ ദെയർ എൽ അഹ്മർ, ബെഷൌട്ട് എന്നീ നഗരങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ബെക്ക മേഖലയിൽ ഗൂഗിൾ മാപ്പിൽ പോലും ഇടം പിടിച്ചിരിക്കുന്ന ഒരു ജപമാല കാണാൻ സാധിക്കും. യുദ്ധവും മറ്റ് സംഘർഷങ്ങളും ലെബനോനിൽ കരിനിഴൽ വീഴ്ത്തിയപ്പോഴും 15 വർഷത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജപമാല ശില്പം തീർത്ഥാടകർക്കായി ഒരുങ്ങുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ലെബനനിലെ ജപമാല ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. 600 മീറ്റർ നീളം വരുന്നതാണ് ഈ ജപമാല. ജപമാലയിലെ 59 മണികളിൽ ഓരോന്നിനും 4.90 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുണ്ട്. 59 മണികളും ഒരു ചാപ്പലിന്റെ പ്രതീതി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ തീർത്ഥാടകർക്ക് ഓരോ ജപമാല മണിയിലൂടെയും പ്രവേശിക്കാൻ സാധിക്കും. ജപമാല ശില്പത്തിലൂടെയുള്ള യാത്ര എത്തിച്ചേരുക ഏറ്റവും ഒടുവിലായി നിർമ്മിച്ചിരിക്കുന്ന ദേവാലയത്തിലാണ്. ഒരു ലെബനീസ് യുവാവാണ് ലെബനോനിലെ ഈ ജപമാലയുടെ ശില്പി. 2006 അദ്ദേഹം മെഡ്ജുഗോറിയിലേക്ക് തീർത്ഥാടനം നടത്തവേ തെറ്റിദ്ധാരണ മൂലം പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ജയിൽ മോചിതനാകുന്ന പക്ഷം ഒരു ദൈവാലയം നിർമ്മിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും പ്രസ്തുത ജപമാലയുടെ ആശയം അദ്ദേഹത്തിന് മനസ്സിൽ തെളിയുകയും ചെയ്തു. ജയിൽ മോചിതനായ അദ്ദേഹം 2 വർഷം കൊണ്ട് ലെബനീസ് മരോനൈറ്റ് സഭയുടെ സഹകരണത്തോടെ ധനസമാഹരണം നടത്തി 2008 ശില്പത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. സിറിയൻ അതിർത്തി മേഖലയ്ക്ക് സമീപത്തായി യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും ഇടയിലുള്ള മേഖലയിലാണ് ജപമാല ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനും ലെബനോന്റെ ഐക്യത്തിനും വേണ്ടിയാണ് ജപമാല ശില്പം കന്യകാമാതാവിന് സമർപ്പിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.